ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കായ കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്നും വെറും 10 മിനിറ്റ് യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 2.2 ഏക്കറിൽ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള റെഡ് ബ്രിക്കിൽ മാത്രം നിർമ്മിക്കപ്പെടുന്ന 29 വില്ലകളടങ്ങുന്ന ഒരു പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകളും വില്ലകളടങ്ങുന്ന ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ അടുത്താണ് ടെക്നോ പാർക്ക് വരുന്നത്. അതുകൂടാതെ മറ്റ് IT പാർക്കായ UST ഗ്ലോബൽ, ഇൻഫോസിസ് എല്ലാം ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്. അതുകൂടാതെ ഇനി സ്കൂളുകൾ നോക്കുകയാണെങ്കിൽ MGM സ്കൂൾ മുതൽ മറീൻ എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഈ അടുത്ത ലൊക്കേഷനിൽ നിന്നുണ്ട്. ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ കിംസ്, SP മെഡിഫോർട്ട്, അനന്തപുരി, അതുകൂടാതെ മെഡിക്കൽ കോളേജ്. ഇനി ഷോപ്പിംഗ് മോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ലുലുവിൻ്റെ ഷോപ്പിംഗ് മോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന സൗകര്യമാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ ഇനി അടുത്തൊന്നും ഒരു വില്ല കിട്ടില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്ന. ഇവിടെ 90 ലക്ഷം ബജറ്റ് മുതൽ വില്ലകൾ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു റെഡി ടു മൂവ് അല്ലെങ്കിൽ റെഡി ടു ഒക്യുപ്പൈ പ്രൊജക്റ്റ് അല്ല. നമ്മൾ ആദ്യം വില്ലകൾ ബുക്ക് ചെയ്യുന്നു, അതിനുശേഷം പ്ലോട്ട് നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം വില്ലകൾ നിർമ്മിച്ചു തരുന്നതാണ്. അതും റെഡ് ബ്രിക്കിൽ മാത്രമാണ്. പിന്നെ ഫ്രണ്ട് എലവേഷൻ എല്ലാം ഒരേപോലെ ആയിരിക്കും. അകമേ ഇൻറ്റീരിയർ നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റുന്നതാണ്. ഇതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് വില്ല പ്രൊജക്റ്റാണ്. ഈ ഒരു കഴക്കൂട്ടം ലൊക്കേഷനിൽ മാത്രം 100ഓളം വില്ലകൾ കംപ്ലീറ്റ് ചെയ്ത ബിൽഡർ കൂടിയാണ്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രമുഖ ഫ്ലാറ്റുകളും വില്ലകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്, കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയാണ്. ബ്രാൻഡിങ് ഇവരുടെ പേരിലല്ല, അത്രയും ക്വാളിറ്റി ആയിട്ട് അവർ നിർമ്മിക്കുന്നത്. ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും, ഫുള്ളി റെഡ് ബ്രിക്കിൽ മാത്രമാണ്, നല്ല ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് വരുത്താണ് ഈ വില്ലകളെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. ഈ വില്ല പ്രൊജക്റ്റിന് വേറൊരു പ്രത്യേകത ഉണ്ട്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് എൻട്രൻസ് വരുന്നത്. അതുകൂടാതെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഈ റോഡെല്ലാം 7 മീറ്റർ വീതിയുള്ളതുമാണ്. ഇവിടെ 2.2 ഏക്കറിൽ, അതായത് 2 ഏക്കറും 20 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 25 സെൻറ്റിൽ അമ്യൂണിറ്റീസ് മാത്രമേ വരുന്നത്. അതായത് ഒരു വലിയ ക്ലബ് ഹൗസും അതിൽ തന്നെ ജിമ്മ്, ബാഡ്മിൻ്റൺ കോർട്ട്, അതുകൂടാതെ കിഡ്സ് പ്ലേ ഏരിയ. ഇനി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ ഗസ്റ്റിന് പ്രത്യേകിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ട് റൂം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ CCTV ക്യാമറ ഉണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യം കൂടിയ വില്ലാണ്. ഇവിടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിനും ഉണ്ട്. ഈ ഒരു 7 മീറ്ററുള്ള റോഡ് ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിരുന്നതാണ്. 29 വില്ലകളടങ്ങുന്ന ഈ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള പ്രീമിയം റെസിഡൻഷ്യൽ വില്ല പ്രൊജക്റ്റിൽ ഒരു വില്ല സ്വന്തമാക്കണമെങ്കിൽ ആദ്യം പ്ലോട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടലി 29 പ്ലോട്ടിൽ ഇനി 14 പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് 4 സെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 10 സെൻറ്റ് വേണമെങ്കിൽ 2 പ്ലോട്ടുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് 10 സെൻറ്റ് ആക്കാൻ പറ്റും, 10 12 സെൻറ്റൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ പ്ലോട്ട് സെലക്ട് ചെയ്ത ശേഷം ഇവിടെയുള്ള ആർക്കിടെക്റ്റുമായി കൺസൾട്ട് ചെയ്ത് ടോട്ടൽ പ്രൈസ് കോട്ട് ചെയ്ത് ഈ വില്ല ബുക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം 1 മാസം നമുക്ക് കാലാവധി ഉണ്ടാവും. അതിനുള്ളിൽ ഈ പ്ലോട്ട് നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ടോട്ടൽ എത്ര എമൗണ്ട് ആണോ അതിൻ്റെ 40%, അതായത് 40% അടച്ചുകൊണ്ടാണ് നമ്മുടെ പേരിലേക്ക് ലീഗലായി രജിസ്റ്റർ ചെയ്യുന്നത്. അത് ബാങ്കിന് ലോൺ വഴിയാവാം, അല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ള 60% ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് അടയ്ക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേജ് വരുന്നത് ഫൗണ്ടേഷൻ കംപ്ലീഷന് ശേഷമാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ ലാസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് ഈ ഹാൻഡ് ഓവർ സമയത്താണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഘട്ടം ഘട്ടമായിട്ട് പേയ്മെൻറ്റ് ഉണ്ടാവും. അത് ബാങ്ക് ലോൺ ആണെങ്കിൽ ആ ബാങ്ക് റിലീസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ EMI അടച്ചാൽ മതി. അതാണ് വേറെ പ്രത്യേകത. അല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വില്ലകളുണ്ട്. അത് മാത്രമല്ല, വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മോഡൽ വില്ലയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ബുക്ക് ചെയ്ത ശേഷം ചെയ്യുന്ന പ്രൊസീജിയറിൽ ചെയ്ത് ഏകദേശം 80% വർക്ക് കംപ്ലീറ്റ് ആയൊരു വില്ലയാണിത്. ഇതിൻ്റെ പെയിൻറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് റെഡ് ബ്രിക്കിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 30% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വില്ലയാണ് കാണുന്നത്. ടോട്ടലി ഇവിടെ 4 റോഡുകളാണ് വരുന്നത്. എൻട്രൻസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ കാണുന്ന 7 മീറ്റർ റോഡ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന 3 സബ് റോഡുകളും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 4 റോഡുകളാണ് വരുന്നത്. ഇവിടെ ഈ 3 റോഡുകളുടെ വശങ്ങളിലായിട്ട് വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് 7 മീറ്റർ വീതിയുള്ള ഈ റോഡിൻ്റെ വശത്തേക്കും വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടോട്ടലി 2 പ്ലോട്ടുകൾ കമ്പൈൻ ചെയ്ത് വാങ്ങിച്ച് അങ്ങനെ 15 സെൻറ്റിൻ്റെ മുകളിലുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ മനസ്സിൽ എന്താണ് പറഞ്ഞല്ലോ, ഈ ഫ്രണ്ട് എലവേഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ബാക്കി നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. ഇവിടെ
ഒരു 2.5 കോടിക്ക് മുകളിലാണ് ടോട്ടൽ ബഡ്ജറ്റ്, ഈ ലാൻഡ് ഉൾപ്പെടെ 2.5 കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് വരുന്നത്. വലിയൊരു വീടാണ്, ലക്ഷറി വീടാണ്. പുറകിൽ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഫ്രണ്ട് എലിവേഷൻ മാത്രമേ ഒരേപോലെ ഉള്ളൂ. ബാക്കി നമുക്ക് ഇൻറ്റീരിയറും അതുപോലെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്ത് മാറ്റങ്ങൾ വേണം വരുത്താൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ മോഡൽ വില്ലയിലേക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ വില്ല. ടോട്ടലി 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വില്ലയാണ്. 4 ബെഡ്റൂമാണ്. ഇതൊരു മോക്കപ്പ് മാത്രമാണ്. ഈ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് എലിവേഷൻ ഇതുപോലെ ആയിരിക്കും. ബാക്കി നമുക്ക് ഇൻറ്റീരിയറിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ അല്ലെങ്കിൽ പോളി കാർബൺ ഷീറ്റാണ് വരുന്നത്. അതും കസ്റ്റമൈസേഷനാണ്. ഇവിടെ പോളി കാർബൺ ഷീറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ 3ഓളം കാറുകൾക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് എന്ന് പറയാം. ഇവിടെ 160/80 സൈസിലുള്ള വെറ്റർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ UPVC വിൻഡോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് കട്ടളയും കതകും എല്ലാം തേക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ നമുക്കിവിടെ ഡിജിറ്റൽ ലോക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ തമ്പ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്ക് കീ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെയും വലിയ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. 160/80 സൈസാണ്. അതിൽ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് ചെയ്തു തരുന്നത്. പിന്നെ ഈ കാണുന്ന ഇൻറ്റീരിയർ കസ്റ്റമൈസേഷനാണ്. നമുക്ക് തരുമ്പോൾ പ്ലെയിൻ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു മോഡലാണ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറൊരു മോഡലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഡൈനിങ് ഏരിയയിലും ഈ കാണുന്ന ടൈൽസ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഡൈനിങ് ഏരിയ നമുക്ക് മെഷർമെൻറ്റിൽ വ്യത്യാസം വരുത്തി എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ സ്റ്റെയർ കേസ് ഇങ്ങനെ വരുന്നത്. ഇതെല്ലാം വേറൊരു മോഡലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകും. കിച്ചൺ നോക്കുവാണെങ്കിലും നമുക്ക് ഈ കാണുന്ന ഒരു മോക്കപ്പ് മാത്രമാണ്. പിന്നെ ഇവിടെ ഡോറെല്ലാം ഫെറോയുടെ ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് ഡോസാണ്. പിന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയ ആണെങ്കിൽ വർക്ക് ഏരിയയും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലാനിൽ എന്താണോ ഉള്ളത് ആ രീതിക്ക് അനുസരിച്ച് ഇൻറ്റീരിയറിൽ മാറ്റാൻ വരുന്നതാണ്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഒരു ഫോയർ എന്നാണ് റൂമിലേക്ക് പോകുന്നത്. ആ ഫോയറിൽ തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കോളർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂം ഇപ്പോൾ താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. 2 ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പ്ലാൻ വേണമെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെയൊക്കെ ഇൻറ്റീരിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വാർഡ്രോബിൻ്റെ ഡിസൈനൊക്കെ സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം കോളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം കോളർ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാഷ്റൂമിലെല്ലാം ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത് തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലാണ് ബാക്കി റൂമുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഹാങ്ങിങ് സ്റ്റെയറാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വുഡിൻ്റെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. ഇവിടെ നിന്നാണ് നേരെ നമുക്ക് അപ്സ്റ്റെയറിലേക്ക്, ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരുന്നത്. ഇവിടെ TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാം. മുകളിൽ സീലിംഗ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ സീലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ 3 ബെഡ്റൂമുകൾ കാണാം. അതിൽ ഒരെണ്ണം സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വാഷ്റൂം കൊടുത്തിട്ടില്ല. ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഒരു ഫോയറിലേക്ക് വന്നിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തുകൊണ്ടാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം കോളർ തന്നെയാണ്. അപ്പോൾ ഫുള്ളി കോളർ മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ അടുത്ത റൂമിലേക്ക് പോകും. ഇതാണ് 3ാമത്തെ റൂം. ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ മുകളിൽ വേണമെങ്കിൽ സീലിംഗ് ചെയ്യാം. ഇവിടെ എല്ലാം ഇതേപോലെ ഗ്രില്ലും ഉണ്ടാവും. അതുകൂടാതെ UPVC വിൻഡോയും ഉണ്ടാവും. ഇവിടെ നിന്ന് കണ്ടാൽ അറിയാൻ പറ്റും. ഒരുപാട് വില്ലകളുള്ള ഏരിയയാണ്, ഫ്ലാറ്റുള്ള ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു ലാൻഡ് ഏരിയ വിശാലമായി കിടക്കുന്നതുകൊണ്ട് നല്ല വ്യൂ അവിടെ. ടോട്ടലി 2.2 ഏക്കർ ഉണ്ടല്ലോ. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. അതെല്ലാം കോളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഗസ്റ്റ് റൂം കൊടുത്തിട്ടുണ്ട്. അതിൽ അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോർ പ്ലാനിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ആ ഒരു UPVC വിൻഡോയും അതുപോലെ സേഫ്റ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. മോസ്കിറ്റോ മെഷ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ടെറസ് സൈഡിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഓപ്പൺ ടെറസ് സൈഡിലേക്ക് ഡോറ്. അപ്പോൾ ഈ ഡോർ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഡോറിലും ഇങ്ങനെ കമ്പനി ഡോറാണ് വരുന്നത്. ഫെറോ എന്ന ബ്രാൻഡാണ് വരുന്നത്. അതുപോലെ വാറൻറ്റിയുള്ള ഡോറുകളാണ്. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ. നമുക്കിതിൻ്റെ മുകളിലും ഗ്ലാസ് പാർട്ടീഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോളി കാർബൺ ഷീറ്റ് വരുന്നതാണ്. ഇവിടെ എല്ലാം ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസേഷനാണ്. ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ ടഫൺ ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതേപോലെയൊക്കെ ചെയ്യണം. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇൻറ്റീരിയറിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ ഉണ്ട് മൊത്തത്തിൽ 2.2 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ അറിയാം, ഒരുപാട് വീടുകളുള്ള നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ 2.2 ഏക്കറിൽ 25 സെൻറ്റിൽ ക്ലബ് ഹൗസ് മാത്രം വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ജോഗിംഗ് ട്രാക്കും വരുന്നുണ്ട്. അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വീട് ഇതിൻ്റെ പുറകിലാണ് വരുന്നത്. അപ്പോൾ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള പ്രീമിയം റെസിഡൻഷ്യൽ വില്ല കമ്മ്യൂണിറ്റിയിലെ ഒരു വില്ല സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ ഇനി ഇതുപോലത്തെ വില്ല കിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം എയർപോർട്ടും ടെക്നോ പാർക്കും ലുലു മാളും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു വില്ല സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റുമായി കാണാം. താങ്ക് യു.